بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم: الصلاة عماد الدين والزكاة قنطرة الإسلام. صدق شفيعنا رسول الله صلى الله عليه وسلم. بالغيب آمنا وقد قان قومنا يصلون للأوثان قبل محمد صلاة وتسليم وأزكى تحيته على المصطفى المختار خير البرية. ആദരണീയരായ ഉസ്താദുമാരെ, മുതഅല്ലിമുകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ വളരെ മഹത്വമുള്ള സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 2 ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു വച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം 3 വിധത്തിലാണ് അല്ലാഹു അതിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ഒന്ന്, ഈ ഗ്രന്ഥം സമ്പൂർണമായ ഗ്രന്ഥമാണ്. ദാലിക്കൽ കിതാബ്, അതിന്റെ സമ്പൂർണതയുടെ ഏറ്റവും വലിയ തെളിവായ മഹത്വമാണ് രണ്ടാമതായി പഠിപ്പിച്ചത്. ലാ റൈബ ഫീഹി, സംശയത്തിന് ഒരുവിധ പഴുതുമില്ലാത്ത രൂപത്തിൽ അല്ലാഹു മഹത്വം നൽകിയ വളരെ പരിശുദ്ധിയാർന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മൂന്നാമതായി ഹുദല്ലിൽ മുത്തഖീൻ, ആത്മശുദ്ധി കൈവരിച്ച ആളുകൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം, ഹിദായത്തിലേക്ക് അവരെ ചേർക്കുന്ന ഗ്രന്ഥം. ഈ 3 മഹത്വങ്ങളും എപ്പോഴും നിലനിൽക്കുന്ന മഹത്വങ്ങളാണ്. മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങളും അടയാളങ്ങളുമാണ് താഴെ പറയുന്ന ഇന്ന് നാം ഓതി വെച്ച ആയത്തുകളിലൂടെ അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത്. ഓരോ അടയാളങ്ങളും വിശദമാം വിധം ഖുർആൻ പണ്ഡിതർ ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ ഹ്രസ്വമായി മാത്രം നാം അതിനെ സ്പർശിക്കുന്നുള്ളൂ. ഒരുപാട് വിഷയങ്ങൾ ഈ അടയാളങ്ങളിലൂടെ നമുക്ക് പഠിക്കാനും പകർത്താനുമുണ്ട്. തഖ്വ കൈവരിച്ച ആളുകളെ തഖ്വക്കുള്ള നിർവചനം പറഞ്ഞെടുത്ത് വ്യത്യസ്ത രൂപത്തിൽ മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുണ്ട്.
ആ നിർവചനങ്ങളെല്ലാം ഈ പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. മുത്തഖീൻ, ഖുർആൻ വിശേഷിപ്പിക്കുന്ന മുത്തഖീങ്ങൾ ആദ്യമായി അല്ലാഹു തആല ഖുർആനിലൂടെ മദ്ഹ് ചെയ്യുന്നത് മുത്തഖീങ്ങളെയാണ്. ആ മുത്തഖീങ്ങളുടെ സ്വഭാവം സ്വീകരിച്ച് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനുകളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അത് വലിയ സ്വഭാവങ്ങളാണ് അല്ലാഹു എണ്ണിപ്പറയുന്നത്. ഓരോ സ്വഭാവങ്ങളും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നാം എല്ലാവരും ഞാനത് സ്വീകരിച്ച് മുറുകെ പിടിച്ചു കൊണ്ട് നടക്കുന്ന ആളാണോ എന്ന് നന്നായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. മുത്തഖീങ്ങളുടെ ഈ 5 സ്വഭാവങ്ങൾ ഇവിടെ പറഞ്ഞു. താഴെ വരുന്ന സൂറത്തുകളിൽ ധാരാളം അടയാളങ്ങൾ അല്ലാഹു എണ്ണി പറയുന്നുണ്ട്. ആ അടയാളങ്ങളിൽ, ആ സ്വഭാവങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്വഭാവങ്ങളാണ് ഇവിടെ അല്ലാഹു തആല എണ്ണിപ്പറയുന്ന, പഠിപ്പിക്കുന്ന സ്വഭാവങ്ങൾ. അതിൽ മാനസികമായും ശരീരത്തിന്റെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലാഹു തആല എണ്ണി പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തഖ്വയെ പറ്റി പറഞ്ഞിടത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, 2 വിധം സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് മുത്തഖിയാവുക. അഥവാ ഇംതിസാലു അവാമിരില്ലാഹി തആല, അല്ലാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുക, അതിനനുസരിക്കുക. മറ്റൊന്ന് വജ്തിനാബു നവാഹിഹി, അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, വർജിക്കുക. ആ 2 ഭാഗവും ഈ സ്വഭാവങ്ങളുടെ ഉള്ളിൽ അല്ലാഹു പഠിപ്പിക്കുന്നു എന്ന് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. പ്രവർത്തനം ഒന്നുകിൽ മനസ്സിന്റെ പ്രവർത്തനമായിരിക്കും, അല്ലെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനം. രണ്ടാമതൊരു പ്രവർത്തനമാണ്. മനസ്സിന്റെ പ്രവർത്തനമാണ് അല്ലാഹു തആല ആദ്യം എണ്ണിയത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലാഹു ആദ്യം പറയുന്ന അടയാളം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ, മറഞ്ഞത് കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ. അതതിന്റെ ഒരു തഫ്സീറാണ്. ആ തഫ്സീറിനാണ് കൂടുതൽ പണ്ഡിതന്മാർ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. അല്ലദീന യുഅ്മിനൂന, വിശ്വസിക്കുന്ന ആളുകളാണ്. ബിൽ ഗൈബി, വിശ്വസിക്കുന്നവർ തന്നെ മറഞ്ഞവരായ നിലക്ക്. മറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരും അമ്പിയാക്കളെ കണ്ടവരും ഒക്കെ അതിൽപ്പെട്ടു. മറഞ്ഞവരായ രീതിയിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ കണ്ടിട്ടില്ല, കണ്ടവരെയും കണ്ടിട്ടില്ല, അവരെ കണ്ടവരെയും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല, കാണാതെ വിശ്വസിക്കുന്ന ആൾക്കാർ. അല്ല, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നതിന് മറ്റൊരു വ്യാഖ്യാന പ്രകാരം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബ് കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം മറഞ്ഞ അവയവം കൊണ്ടുള്ള വിശ്വാസമാകണം. ഖൽബ് അത് മറഞ്ഞ അവയവമാണ്. ഖൽബിന്റെ അവസ്ഥ നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഖൽബ് കൊണ്ട് യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട്, തൊള്ള കൊണ്ട് മാത്രമല്ല. വെറും നാവിലൂടെ വിശ്വാസം വെളിവാക്കുന്ന കപടന്മാരുണ്ട്, അവരെ പോലെയല്ല. ശരിക്ക് ഖൽബ് കൊണ്ട് വിശ്വസിച്ച ആളുകളാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നതിന് മൂന്നാമത് അങ്ങനെയും ഒരു വിവക്ഷ ഖുർആൻ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ 3 തഫ്സീറും വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഇവിടെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ ആദ്യം പറഞ്ഞ മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവർ എന്ന വിഷയത്തെ കൂടുതൽ അവലംബിച്ചിട്ടുണ്ട്.
മറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നവർ. അത് ഖൽബിന്റെ പ്രവർത്തനമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിലും ഉത്തരം പറഞ്ഞതിലൊക്കെ കൂടുതലും കാണാത്തതിനെയാണ്. ഈമാൻ എന്ന് ചോദിച്ചപ്പോ ഈമാൻ എന്താന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അല്ലാഹുവിനെ കൊണ്ട് നീ വിശ്വസിക്കണം, കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, അതും കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, കാണാത്തവരാണ്. യൗമുൽ ആഖിർ കൊണ്ട് വിശ്വസിക്കണം, അതും കണ്ടിട്ടില്ല. കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം. കിതാബുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമല്ലല്ലോ, കഴിഞ്ഞതൊക്കെ പെടുമല്ലോ, കണ്ടിട്ടില്ല. അപ്പൊ ഈ കാണാത്തതാണ് സത്യത്തിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോ ഖൽബാണ് അതിൽ ഏറ്റവും പ്രഥമമായും പരിഗണിക്കുന്ന ഒന്ന്. ഈമാനിന്റെ ഏറ്റവും കാതലായ വശം മനസ്സാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനസ്സിന്റെ പ്രവർത്തനമാണ് ഈമാൻ. അതാണ് അള്ളാഹു ആദ്യം പരിഗണിച്ചത്. മനസ്സ് ശരിയാണോ അല്ലേ? ശരിയല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ ആള് തെറിച്ചു പോകും. ആദ്യം എങ്ങനെ വരും? അപ്പൊ നമ്മൾ വിചാരിക്കും അയാൾക്ക് താല്പര്യമൊക്കെ ശരിക്കും ഇസ്ലാമിനോടാണ്. അയാളെ ഖൽബിലത് ഉറച്ചിട്ടില്ലേ, എന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ആള് തിരിഞ്ഞുപോകും. അയാൾ വന്നതെന്തിനായിരുന്നു? വന്ന ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല. അതുകൊണ്ട് അയാൾ തിരിച്ചുപോയി. എന്തായിരുന്നു അയാളുടെ ലക്ഷ്യം? ഒരുപക്ഷെ സാമ്പത്തിക വർധനവായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനമോഹമായിരുന്നു. നടക്കാത്തതിന്റെ പേരിൽ തിരിച്ചുപോയി. അതുകൊണ്ടാണ് നമുക്കറിയാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറാത്ത്, ഹിജ്റ വന്ന സ്ത്രീകൾ, അവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ പെട്ടെന്ന് അവരങ്ങോട്ട് സ്വീകരിക്കണ്ട, അവർക്കൊരു പരീക്ഷ നടത്തണം. അങ്ങനെയാണ് പരീക്ഷയുടെ പദം ഖുർആനിലുള്ളത്. പരീക്ഷയ്ക്ക് അറബിയിൽ ഇംതിഹാൻ എന്ന് പറയും. അല്ലാഹു പറഞ്ഞു ഫംതഹിനൂഹുന്ന, ഫംതഹിനൂഹുന്ന. ഹിജ്റ വന്ന് വിശ്വാസിനികളാണ് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ തങ്ങളൊന്ന് പരിശോധന നടത്തുന്ന ഒരു പരീക്ഷ. അല്ലാഹു അഅലമു ബി ഈമാനിഹിന്ന, അവരെ ഈമാൻ കറക്റ്റായി അറിയുന്നവൻ അല്ലാഹുവാണ്. നിങ്ങൾക്കത് തിരിയണമെങ്കിൽ ഒന്ന് പരിശോധന. ആ പരിശോധനയുടെ പരീക്ഷയുടെ ഭാഗമായിട്ടാണ് 10-15 വിഷയങ്ങളിൽ, ഞാനത് പരത്തി പറയുന്നില്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ബയ്യത്ത് ചെയ്തു. വിവാഹത്തിന്റെ താല്പര്യമുള്ളവർ അതിലുണ്ട്, അത് ശരിയാ. ആ വന്ന കൂട്ടത്തിൽ നേരത്തെ വന്ന മുഹാജിറുകളുമായി മക്കയിൽ വെച്ച് കല്യാണം ആലോചിച്ച ആളുകളുണ്ട്. പക്ഷെ അതിനൊന്നുമല്ല പ്രാധാന്യം. ഏറ്റവും വലിയ പ്രാധാന്യം അവരെ ഈമാനാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഈമാൻ ഒന്ന് പരിശോധിക്കണം. ബയ്യത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിക്കും അടിയുറച്ചു നിൽക്കാൻ അവർക്ക് തയ്യാറെടുപ്പുണ്ടെങ്കിൽ അവർ ഈമാൻ ഉറച്ചു മനസ്സിലാക്കണം. അല്ല, ബയ്യത്ത് ചെയ്യുമ്പോ ചെറിയ ഇളക്കണ്ടോ, എന്നാ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം, അവരെ നല്ലോണം സൂക്ഷിക്കണമെന്ന് അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തു. അപ്പൊ ഖൽബിന്റെ പ്രവർത്തനമാണ് അല്ലാഹു ആദ്യം എണ്ണിയത്. ഒന്നാമത്തെ അടയാളം കാമിലായ ഈമാൻ. ആശങ്ക വരാൻ പാടില്ല. നമ്മളെ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് കുറെ കാലമായി സ്വർഗവും നരകവും ബഅസും ഹിസാബും കേൾക്കുന്നു. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുകയാണ്, എന്നാണിത്? മുൻപുള്ള ആൾക്കാർ മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതുപോലെ എന്നാണിത്? അങ്ങനെയൊക്കെ സംഭവിക്കുമോ ലോകത്ത്? അങ്ങനെയൊക്കെ ഉണ്ടാകും. ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ഒരു സ്വർഗം സംവിധാനിക്കും. ആശങ്കയില്ലാത്ത വിധമുള്ള വിശ്വാസം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ തഫ്സീർ വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഈ ആയത്തിലുള്ള ഗൈബ് കൊണ്ട് ഒന്നാമതായി മഹാന്മാര് പറഞ്ഞ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഗൈബ്. അല്ലാഹുവിനെ വിശ്വസിക്കാൻ കഴിയും. അതുമല്ല, നിരീശ്വരവാദികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം പേരുകൾ ഉണ്ടാവും. അങ്ങനെ അല്ലാഹു തആല ഉണ്ട്, അതൊക്കെ ഇവര് വെറുതെ പറയും. എല്ലാം മനുഷ്യന്റെ കഴിവാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം, എല്ലാം പ്രകൃതിയുടെ വരദാനമാണ് എന്ന് പറയുന്ന വേറൊരു വിഭാഗം. അവരെല്ലാം ചോദിക്കുന്ന ചോദ്യം അല്ലാഹു ഉണ്ടോ എന്നാണ്. ഏറ്റവും പ്രധാനമായും വിശ്വസിക്കേണ്ട വിശ്വാസം അതാണ്, അല്ലാഹു ഉണ്ട്.
ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നിരീശ്വരവാദികൾക്കൊക്കെ അള്ളാഹു ഉണ്ട് എന്നതിന് കൊടുത്ത മറുപടി വ്യത്യസ്ത രൂപത്തിലാണ്. ആ മറുപടി തന്നെയാണ് ഈ കാലഘട്ടത്തിലും, ഞാൻ അത്ര ബുദ്ധിയുള്ളവരിപ്പല്ലോ ഇവരോടും പറയേണ്ടത്. അന്നത്തെ നിരീശ്വരവാദികൾ അത്ര ബുദ്ധി ഇന്നത്തെ നിരീശ്വരവാദികൾക്ക് ഇല്ലാതാണ്. അള്ളാഹു തആല ഉണ്ടെങ്കിൽ കാണണ്ടേ, നിങ്ങൾ അള്ളാഹു മൗജൂദ് എന്നല്ല പറയുന്നത്, കാണണ്ടേ എന്നാ പറഞ്ഞു. അപ്പൊ അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉള്ള സംഗതികളൊക്കെ കാണണം എന്ന് നിന്റെ വാദമുണ്ടോ? അതേ, ഉള്ളത് കാണണം. അപ്പൊ മഹാനവർകൾ ആ ചോദിച്ച ആൾക്കൊരു നുള്ളു കൊടുത്തു. അപ്പൊ അയാൾ പറഞ്ഞു വേദനിക്കുന്നുണ്ട്. രണ്ടാമത് ഒന്നുകൂടി നല്ലോണം വേദനിക്കുന്നുണ്ട്, പിന്നെയും നുള്ളു. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എവിടെ വേദന? അതൊന്ന് കാണട്ടെ. നീ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ ഞാൻ നുള്ളിയപ്പോ, എവിടെ വേദന ഉണ്ട് നീ പറഞ്ഞല്ലോ, എന്താ കാണിച്ചു തരാൻ പറ്റാത്ത? എന്നാ അത് കാണിച്ചുകൊണ്ടാ, നീ ഇപ്പൊ അനുഭവിച്ചല്ലോ ഉണ്ട്. അപ്പൊ മൗജൂദായത് കൊണ്ടൊക്കെ കണ്ടോളണം എന്നില്ല, ആ വാദവും ശരിയല്ല. എന്തെല്ലാം സംഗതികൾ അങ്ങനെ ലോകത്തുണ്ട്. കാണണമെന്ന് ശാഠ്യം പിടിക്കുന്നത് അതൊരു മാത്സര്യ ബുദ്ധിയാണ്. അതുകൊണ്ട് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഗൈബ് എന്ന് പറഞ്ഞാൽ പ്രധാനമായുള്ള വിശ്വാസം ഖലാ ഖദറാണ്. ഖലാ ഖദറിൽ നല്ല വിശ്വാസം വേണം. അതും ഇപ്പൊ ഈ പറഞ്ഞു പെട്ട് ആളുകൾ അങ്ങനെ ചോദിക്കൂലേ, ആളുകളെ വിശ്വാസത്തിന്റെ കുറവാണ്. അയാൾ ഇപ്പൊ അവിടെ പോയില്ലെങ്കിൽ ആക്സിഡന്റിൽ മരിക്കൂലായിരുന്നു, മരിക്കും. അയാൾ അതിൽ മരിക്കണം എന്നുള്ളതാണ് നേരത്തുള്ള ഖളാണ്. ഇനിങ്ങനെ പോയില്ലെങ്കിൽ മരിക്കൂലാരെ. അതല്ലേ തഫ്താസാനി ഇമാം പറയുന്നത്, വൽ മഖ്തൂലു മയ്യിത്തും ബി അജലിഹി, കൊല്ലപ്പെടുന്ന ഒരാള് അയാൾ അവധിക്കന്നെ മരിക്കണേ, അവധിന്റെ മുമ്പല്ല. അങ്ങനെ ധാരണ. ഒരാള് വേറൊരാള് വന്നിട്ട് അയാളെ കൊല്ലാൻ വേണ്ടി കത്തിയെടുത്ത് വന്നപ്പോ ഇയാൾ ഓടി. അപ്പൊ മറ്റാളെ കുറെ ആൾക്കാർ പിടിച്ചു വെച്ചു കൊല്ലാൻ വന്ന ആളെ. അയാൾ പിന്നെ ഓടി, ഇയാൾ പിന്നാലെ ഓടി. നേരത്തെയുള്ള വൈരാഗ്യം കൊണ്ട് അയാളെ വെട്ടി, കിട്ടിയെടുത്ത് വെച്ച് വെട്ടി. അപ്പൊ കുറെ ആൾക്കാർക്ക് ഒരു ആശങ്ക, അയാൾ എന്തിനാ ഇവിടെ വന്നത്? പൊരയിൽ നിൽക്കുകയാണെങ്കിൽ ഈ വെട്ടുകൊള്ളും, അയാൾ ഇവിടെ വരണമെന്നും ഈ കത്തി കൊണ്ട് മരിക്കണമെന്നും നേരത്തെയുള്ള തീരുമാനമാണ്. അല്ല, അങ്ങനെ വിശ്വാസം ഉണ്ടോ? അയാൾക്കൊരു 10 വയസ്സും കൂടി ഉണ്ടായിരുന്നു, ഇപ്പൊ അത് തീർന്നു പോയതാണ്. അങ്ങനല്ല. ഖലാ ഖദറിലുള്ള ശരിക്കുള്ള വിശ്വാസം വേണം. ആൾക്കാർക്ക് വിശ്വാസം കുറവ്. ആൾക്കാർ ചിന്തിക്കും, എന്താ അയാൾക്ക് അങ്ങനെ അല്ലാഹു തആല കൊടുക്കാൻ, എന്താ കൊടുത്തൂടെ? ഖദറിലുള്ള വിശ്വാസത്തിന്റെ കുറവ് വലിയൊരു കുറവാണ്. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസദ് വെക്കുന്ന ആൾക്ക് മഹാനവറുകൾ ഒരുപാട് ദുരന്തങ്ങൾ എണ്ണീട്ട് അതിലൊന്ന് ആളെ ഈമാനിൽ കുറവുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹസദ് വെക്കുന്ന ആളെ ഈമാനിൽ കുറവുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ ഖലാ ഖദറിനെയാണ് അയാൾ ചോദ്യം ചെയ്യുന്നത്. എന്താ അയാൾക്ക് അങ്ങനെ ഉണ്ടാകാൻ, എന്താ അയാളെ മക്കളൊക്കെ അങ്ങനെ ആകാൻ? അത് അള്ളാന്റെ ഖലാ ഖദറല്ലേ, നീ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? ഹസദ് വെക്കുന്ന ആള് പ്രധാനമായും ചോദിക്കുന്ന അള്ളാന്റെ ഖലാണ് അയാൾ തിരുത്തുന്നത്. ശരിയല്ല എന്ന് അയാൾ പറഞ്ഞു. അയാൾക്ക് അള്ളാഹു അങ്ങനെ കൊടുത്തത് ശരിയല്ല, അയാളെ മക്കൾക്ക് അങ്ങനെ ഉദ്യോഗം കൊടുത്തത് ശരിയല്ല, ആ മക്കളൊക്കെ അങ്ങനെ കെട്ടിച്ചു വന്നത് ശരിയല്ല. അപ്പൊ അള്ളാഹു ആണ് തീരുമാനിച്ചത് ഇങ്ങനെ വേണം, ഇയാള് മനസ്സുകൊണ്ട് തിരുത്താണല്ലോ. അതുകൊണ്ട് ഹസദ് വെക്കുന്ന ആൾക്ക് ഈമാൻ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഹസദ് ചെറിയ രോഗമല്ല, കടുത്ത രോഗമാണ്. എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട്. ചികിത്സ ഇല്ലാത്ത രോഗം മഹാന്മാര് പറഞ്ഞ ഹസദ. കുല്ലുൽ അദാവത്തി ഖതുർജാ ഇസാലത്തുഹാ ഇല്ലാ അദാവത്തു മൻ ആദാക ബിൽ ഹസദി. എല്ലാ ശത്രുതയും നീങ്ങാം, ഹസദ് കൊണ്ടുള്ള ശത്രുത നീങ്ങൂല. കാരണം അതാണ് മനുഷ്യരിലെ ആദ്യത്തെ രോഗം. മനുഷ്യകുലത്തിലെ ആദ്യത്തെ രോഗം ഹസദാണ്. ഇബ്ലീസിന് ആദ്യം പിടിപെട്ട രോഗവും ഹസദാണ്. ഇബ്ലീസിന് ആദ്യം പിടിപെട്ട കിബറല്ല, ഹസദാണ്. ആദം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ നേതാവായി ഉല്ലസിച്ചിങ്ങനെ നടക്കുമ്പോ അങ്ങനെ ഞാനൊരു കൊല്ലങ്ങളോടായി ഇവിടെ മലക്കുകൾ ഉസ്താദ്, അപ്പൊ ഒരു പുതിയൊരു ഉസ്താദ് വന്നു. അതാ ആദ്യം പിടിപെട്ടത് ഹസദാണ്. അതിലാണ് ആദ്യത്തെ തുള്ളി ഭൂമിയിൽ രക്തം മുറ്റിയത്. ഇന്നും രക്തം മുറ്റിക്കൊണ്ടിരിക്കുന്ന മിക്കതും ഹസദിന്റെ പേരിൽ തന്നെയാണ്. ജൂതന്മാരുടെ കടുത്ത രോഗം എന്താ? അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പഠിപ്പിച്ചു, ഹസദം മിൻ ഇൻദി അൻഫുസിഹിം. അവരുടെ മനസ്സിലുള്ള ഹസദ് കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നബി എന്ന് പറയാൻ അവർ വിസമ്മതിക്കുന്നത്. ഹസദാണ് അവരെ പ്രേരിപ്പിച്ചത്.
വേറൊന്നുമല്ല. ആ ഹസദ് മൂത്തിട്ടാണ് അവർ വിഷം കൊടുത്തത് കൊല്ലാൻ വേണ്ടിയിട്ട്. ആ ഹസദിന്റെ ഊക്ക് കൊണ്ടാണ് അവർ കല്ല് കൊടുത്ത് ആളെ ഏൽപ്പിച്ചത് കൊല്ലാൻ വേണ്ടി. ഹസദ് പിന്നെയും മൂർജിച്ചിട്ടാണ് ലബീദിനെ കൊണ്ട് സിഹിർ ചെയ്യിപ്പിച്ചത്. ഹസദ് പിന്നെയും മൂത്തിട്ടാണ് തങ്ങളെ വഫാത്തിന് ശേഷവും നൂറുദ്ദീൻ ഷെയ്ഖ് ഭരിക്കുന്ന കാലത്ത് തങ്ങളെ ബോഡി എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചത്. ഖുർആനും ഹദീസും ഒക്കെ ശരിക്കും പഠിപ്പിച്ച് നല്ല ഹാഫിലീങ്ങളായ കുട്ടപ്പന്മാരായ ജൂതന്മാരെ പറഞ്ഞയച്ചത്. നല്ല വാള് വരാനൊക്കെ പഠിപ്പിച്ച്, ഇൽമു പഠിപ്പാനൊക്കെ പഠിപ്പിച്ച്, മരിച്ചെടുത്ത് പോയി ദ്വാരക്കാനും രോഗികളെ കണ്ട് മന്ത്രിക്കാനും ഒക്കെ പഠിപ്പിച്ചു. സത്യത്തിൽ തുണി അയച്ചു നോക്കുമ്പോൾ മാർക്കം ചെയ്യാത്തവരാണ്. ആ ആളുകളെ ഈ രൂപത്തിൽ ചട്ടം കെട്ടിയാക്കാൻ സിയോണിസ്റ്റുകളെ പ്രേരിപ്പിച്ചത് കടുത്ത ഹസദാണ്. അത് മാറൂല. അത് ഏറ്റവും അധികം ഉള്ളത് ലോകത്ത് ജൂതന്മാർക്ക്. ഇന്നും ആ ഹസദിന്റെ പേരിലാണ് ലോകത്ത് തർക്കം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഖദർ ഖലായിലുള്ള വിശ്വാസം ഈ പറഞ്ഞ ഗൈബ് കൊണ്ടുള്ള വിശ്വാസത്തിൽപ്പെട്ടു അല്ല. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഗൈബ് എന്ന് പറഞ്ഞാൽ കുല്ലുമാ അഖ്ബറ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ ലാ തഹ്തദി ഇലൈഹിൽ ഉഖൂലു. അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ബുദ്ധി എത്തിച്ചേരാത്ത വിധം, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത വിധം ഒരുപാട് അദൃശ്യ ജ്ഞാനങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മിൻ അശ്റാത്തി സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, വഅദാബിൽ ഖബരി, ഖബർ ശിക്ഷ, വൽ ഹശരി, മഹ്ശർ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന വിധം, വൻ നശിരി അവിടെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളായി ജനങ്ങളെ തരംതിരിച്ച് വേർതിരിക്കുന്ന വിധം, സിറാത്ത്. സിറാത്തൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും മുടിയോണ്ട് ഉണ്ടാക്കിയത്, മുടിയോണ്ട് എങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അയമക്കൂട്ട് നടത്തും, അതാണ് ഈ വാളിനേക്കാൾ മൂർച്ചുണ്ട്. പിന്നെ എങ്ങനെ മനുഷ്യനെ അയമക്കൂടെ നടക്കുക? കാല് വെക്കുമ്പോ എങ്ങനെ മുറിഞ്ഞ് കാല് താഴോട്ട് വീണൂല്ലേ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാത്ത വിധമുള്ള ഒരുപാട് വൈബുകൾ പറഞ്ഞിട്ടുണ്ട്. മീസാൻ, നമ്മൾ കണ്ട മീസാന് വേറെ, ഇത് അമല് നോക്കുന്നൊരു മീസാനാണ്. അതാരും കണ്ടിട്ടില്ല. സ്വർഗവും നരകവും, ഇതാണ് ശരിക്കുള്ള ഗൈബ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർത്തുബി ഇമാം പറയാണ്, ഈ പറഞ്ഞ ഒന്നും എതിരല്ല, ഈ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ ആയത്തിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും പെട്ടിട്ടുണ്ട്, ഒന്നും ഒഴിവാക്കേണ്ടതില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ആമന മുഅ്മിനുൻ അഫ്ളല മിൻ ഈമാനിൻ ബിഗൈബ്. ഗൈബ് കൊണ്ടുള്ള വിശ്വാസമാണ് മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസത്തിലെ ഏറ്റവും വലിയ വിശ്വാസം. അതിൽ ആശങ്ക വരാൻ പാടില്ല, സംശയം വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഠിക്കാനും മനസ്സിലാക്കാനും ഗൈബുകളെ പറ്റി ചിന്തിക്കാനും രണ്ട് വിധം ഗൈബ് അല്ലാഹു തആല ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് ദലീല് കൊണ്ട്, തെളിവ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഗൈബ്, മറ്റൊന്ന് തെളിവ് കൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത ഗൈബ്. രണ്ടു തരം ഗൈബുണ്ട്. രണ്ട് ഗൈബിൽ ഇവിടെ മുത്തഖീങ്ങളെ അല്ലാഹു തആല മദ്ഹ് ചെയ്തിരിക്കുന്നത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് അല്ലാഹു പറഞ്ഞത് അല്ലദീ ദല്ല അലൈഹി ദലീലുൻ, തെളിവ് ചിന്തിച്ചാൽ മനസ്സിലാക്കി വിശ്വസിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അല്ലാഹു ഉണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്, തങ്ങൾ ദഅവത്ത് നടത്തിയിട്ടുണ്ട് എന്നതിനും അല്ലാഹു തആല തെളിവ് വെച്ചിട്ടുണ്ട്. സ്വഹാബത്ത് ജീവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു തലമുറ കഴിഞ്ഞിട്ടുണ്ട്, തെളിവ് വെച്ചിട്ടുണ്ട്. പരലോകമുണ്ട് എന്നതിന് അല്ലാഹു തആല ഇടക്കിടക്ക് തെളിവ് തരുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ അതിന്റെ തെളിവുണ്ടായിരുന്നു. അതാണ് മഴ. ഖുർആൻ ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ മുളച്ചു പൊന്തുന്നതിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞല്ലോ, കദാലിക നുഖ്രിജുൽ മൗതാ ലഅല്ലകും തദക്കറൂൻ. മഴ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, മഴ പെയ്തിട്ട് പുല്ല് മുളക്കുന്നതും അത് ഉണങ്ങുന്നതൊക്കെ കണ്ടില്ലേ നിങ്ങൾ? കദാലിക നുഖ്രിജുൽ മൗതാ, അപ്രകാരം ഇവിടെ മഴ പെയ്ത് മുളക്കുന്നത് പോലെ മരിച്ചവരെ നമ്മൾ ഖബറിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ മഴ പെയ്യിപ്പിക്കുന്നത്, ചിന്തിക്കാൻ വേണ്ടിയാണ് ഉണങ്ങിയ പുല്ല് വീണ്ടും മുളപ്പിക്കുന്നത്, പച്ചപ്പ് വരുത്തുന്നത്. എന്താ അതിൽ നിന്ന് ചിന്ത? ഇങ്ങനെ ഒരു വിഷയം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് തെളിവാണ്, ജീർണിച്ചു പോയ മനുഷ്യനും ഒരു മടക്കമുണ്ട് എന്നതിന് തെളിവാണ്. സത്യത്തിൽ ഇത് അചേതന വസ്തുവാണെങ്കിൽ ജീവനുള്ള വസ്തുവായിരുന്നല്ലോ മനുഷ്യൻ. ആ മനുഷ്യനെ മടക്കിക്കൊണ്ടുവരാൻ അല്ലാഹു തആലാന്റെ കഴിവിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇവിടെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴ.
ആ മഴയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സസ്യലതാദികളും ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും എല്ലാം തെളിവാണ്. അപ്പൊ അള്ളാഹു തെളിവ് വെച്ചിട്ടുണ്ട് മറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്താനും വിശ്വസിക്കാനും. അപ്പൊ അതിൽ അള്ളാഹുവിനെ മനസ്സിലാക്കലും അള്ളാഹുവിന്റെ സിഫത്തുകൾ മനസ്സിലാക്കലും ആഖിറം മനസ്സിലാക്കലും നുബുവത്ത് മനസ്സിലാക്കലും ശരീഅത്തിന്റെ ഹുക്മുകൾ മനസ്സിലാക്കലും എല്ലാം അതിനൊക്കെ അള്ളാഹു തആല തെളിവ് വെച്ചു. ആ തെളിവനുസരിച്ച് ചിന്തിച്ച് വിശ്വസിക്കുന്ന ആളുകളെ പറ്റിയാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, മറഞ്ഞത് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. ശരിയായ രൂപത്തിൽ ആ വിശ്വാസത്തിന് വലിയ പ്രസക്തി ഉണ്ട്, ചെറിയ പ്രസക്തി ഒന്നല്ല. മനസ്സുകൊണ്ട് ഈ കാര്യങ്ങൾ ഒരാൾ സ്വീകരിച്ചുകൊണ്ട് വിശ്വസിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞ മദ്ഹൻ അതാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. കാണാത്തോണ്ട് വിശ്വസിക്കുക, ആ വിശ്വാസത്തിനാണല്ലോ വലിയ പ്രസക്തി ഉണ്ടായത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രിയിലെ ചില്ലറ മണിക്കൂറുകളെ കൊണ്ട് ഇസ്രാവും ശേഷം മിറാജും നടത്തി തിരിച്ചു വന്ന വിഷയം ആദ്യം തന്നെ രാവിലെ ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് പുറത്തു പോയി പറയണ്ട, കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കുകയാണ് തങ്ങൾ എതിർക്കാൻ. അല്ല, ഞാനിത് പറയും, പറയാനാണല്ലോ അള്ളാഹു ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്നത്, വെറുതെ മൂടി വെക്കാനല്ലല്ലോ. അങ്ങനെ പുറത്തു പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആദ്യം കണ്ട തന്നെ അബൂജഹലിനെയാണ്. അപ്പൊ സാധാരണ ചോദിക്കുമ്പോൾ ഒരു ചോദ്യം അബൂജഹൽ ചോദിച്ചു, ഇന്ന് വല്ല പുതുമയുണ്ടോ, പുതിയത് വല്ലതും പറയാനുണ്ടോ എന്നും ചോദിക്കൽ. എന്നും രാവിലെ എവിടെ എപ്പോഴും കാണുമ്പോ ആദ്യം ചോദിക്കും, പുതിയ വല്ല വർത്താനുണ്ടോ. എന്തിനെ? ഉൾക്കൊള്ളാനല്ല, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് പരിഹസിക്കാൻ പറ്റിയത് കൂടെ കൂടെ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങോട്ട് കിട്ടുമോ നോക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ടെന്ന്. പുതിയതുണ്ട്. എന്താന്ന് വെച്ചു, ഞാൻ നിങ്ങളെ ഈ പള്ളിയിൽ നിന്ന് ഇവിടുന്ന് ഇന്നലെ രാത്രി മസ്ജിദുൽ അഖ്സയിൽ പോയി, ബൈത്തുൽ മഖ്ദിസിൽ പോയി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഏഴാൻ ആകാശത്തിലേക്ക് സ്വർഗീയ ലോകത്തും നരകവും അർശും കുർസിയും ലൗഹവും ഒക്കെ കണ്ട് അല്ലാഹു തആലാനെയും ദർശിച്ച് തിരിച്ചു പോകും. അപ്പൊ അബൂജഹൽ പറഞ്ഞു, ഞാൻ എന്റെ ആൾക്കാരൊന്ന് കൂട്ടി പറ്റും, ഇത് മാറൂലല്ലോ. ഇല്ല, മാറൂല, കണ്ടത് മാറൂല, ഞാൻ ആളുകളൊന്ന് കൂട്ടി പറ്റും. ഇതൊക്കെ കൂടി പറയാൻ അബൂജഹലിനും ഇൽമില്ലല്ലോ. എല്ലാവരും കൂട്ടി വന്നു. ഒരു പുതിയ സംഭവം ഉണ്ട്, വളരെ ആവേശത്തിൽ എല്ലാവരും വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വിശദമായി അബൂജഹലിന്റെയും കൂട്ടരും ചോദ്യത്തിന് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തപ്പോ ചില ആളുകളൊക്കെ ഇങ്ങനെ അതിശയം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അബൂജഹലും കൂട്ടരും ചെറിയ ഒരു സ്വകാര്യ ചർച്ച നടത്തിയിട്ട് പറഞ്ഞു, ഇത് നല്ലൊരു ആയുധമാണ്. ഇപ്പൊ ഏകദേശം എണ്ണി ചിട്ടപ്പെടുത്താൻ പറ്റുന്ന കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ, അവരെ പതുക്കെ നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. അതവര് തീരുമാനിച്ചു. എന്നാ അത് തുടങ്ങ. ഒരു സംഘ ആളുകളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ പോയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചൊന്നുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേന്ന്, നിങ്ങളെ കൂട്ടുകാരൻ ഇന്നലെ രാത്രി ഇവിടുന്ന് മസ്ജിദുൽ ഹറാമെന്ന് പോയി മസ്ജിദുൽ അഖ്സയിലേക്ക്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവർ പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമുള്ള ഒരുപാട് കച്ചവട സംഘക്കാർ ആ കൂട്ടത്തിലുണ്ട്. കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം നടത്തിയിരുന്ന മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ കച്ചവടക്കാര് പറഞ്ഞു, നമ്മളൊക്കെ ഒരുപാട് ദൂരം താണ്ടി ഒരു മാസം എടുത്തിട്ട് എത്തുന്ന ബൈത്തുൽ മഖ്ദിസിലെ ഇന്നലെ രാത്രി ഇവിടുന്ന് ഇശായിന്റെ ഒക്കെ നേരം കഴിഞ്ഞ് രാത്രിയിൽ ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ എത്തിന്നും പോരാ, അവിടുന്ന് ആകാശങ്ങളൊക്കെ പോയി തിരിച്ചു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെന്തേ പറഞ്ഞു? ഒക്കെ എണ്ണി ചോദിച്ചു. ലാസ്റ്റ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ കാന ഖാല കദാലിക സദ്ദഖ്തു ബിഹി. ഇങ്ങനെ പറഞ്ഞോ, ഇങ്ങനൊക്കെ പറഞ്ഞോ, ഞാനത് വിശ്വസിച്ചു. അപ്പൊ കുറച്ച് ആളുകൾ വീണ്ടും ആശങ്കപ്പെട്ടു, ഇതിൽ നിങ്ങൾക്കൊരു അതിശയോക്തിയും തോന്നുന്നില്ല? ഇങ്ങനൊക്കെ സംഭവിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം കൊടുത്തു. ഇതിപ്പോ കണ്ട കാര്യത്തെ പറ്റിയല്ലേ വിശ്വസിക്കാൻ നിങ്ങൾ പറഞ്ഞു? കണ്ടുവന്നതാണല്ലോ എന്റെ സ്വാഹിബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുവന്നതാണ്. കാണാത്ത കാര്യങ്ങളല്ലേ വഹയ്യായിട്ട് എനിക്ക് പറഞ്ഞിരുന്നത്. ഞാനും നിങ്ങളും കാണാത്ത കാര്യങ്ങൾ വഹയ്യ് മുഖേന എനിക്ക് വരുന്ന വിവരം ഇതിന്റെ മുമ്പ് ഞാൻ വിശ്വസിച്ചില്ല. പിന്നെന്താ ഇതിലിത്ര അത്ഭുതം? ഇത് കണ്ടു എന്നാ പറഞ്ഞത്, കണ്ടുവന്ന വിഷയങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇതിനേക്കാളും വലുതാണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ മുമ്പ് ഞാൻ വിശ്വസിച്ചിരുന്നത് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ആയത്തുകളാണ്.
അത് കാണാത്തതാണ് പലതും. ആ വന്ന മലക്കിനെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. അപ്പൊ ഇതിനേക്കാളും മുമ്പ് വിശ്വസിക്കാതിരിക്കേണ്ടേ അതല്ലേ? അത് വിശ്വസിക്കുന്ന എനിക്കുണ്ടോ, പിന്നെ ഇത് വിശ്വസിക്കാൻ പണി? അവിടെയാണ് അവരുടെ ഈമാൻ ഏറ്റവും കൂടുതൽ ബലപ്പെട്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ കൂടെ നിന്നിരുന്ന പലരും സിദ്ദീഖ് റളിയല്ലാഹുവിനെ പുച്ഛിച്ചു. ഈ സംഭവം അബൂജഹലും കൂട്ടരും പരക്കെ പറയാൻ തുടങ്ങി. അവർ ഒതുങ്ങുന്നില്ല. കുറച്ച് ആളുകൾ നബി തങ്ങളോടൊപ്പം കൂടിയവര് തിരിച്ചിങ്ങോട്ട് മുർത്തദ്ദായി. മുർത്തദ്ദായ ആൾക്കാരെ വിടാൻ പറ്റൂലല്ലോ. പിന്നെയും അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയി ബുദ്ധിമുട്ടിച്ചു. എന്താ ബുദ്ധിമുട്ടിച്ചത്? തുരുതുരേന ചോദ്യം ചോദിച്ചു. അതിലൊരു ചോദ്യമാണ്, മസ്ജിദുൽ അഖ്സക്ക് എത്ര കവാടങ്ങളുണ്ട്, എത്ര ജനവാതിലുണ്ട്, എത്ര തൂണുകളുണ്ട്? അവിടെ തൂണിന്റെ എണ്ണം എടുക്കാൻ പോയതാ. പക്ഷെ അത് ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കും. മുമ്പ് അങ്ങനെ കോടതിയിൽ നിന്ന് ചോദിച്ചു ശംസുൽ ഉലമയോട്, അല്ലാഹു തആല അവിടുത്തെ ദർജ കൊടുക്കട്ടെ, മുത്തന്നൂർ പള്ളിക്കേസിൽ ആ പള്ളിക്ക് എത്ര വാതിലുണ്ട്? അങ്ങനെ ചോദ്യം എങ്ങനെ വരിക? ശംസുലമ പറഞ്ഞു, പള്ളിന്റെ വാതിൽ അടക്കട്ടെ, കോടതിക്ക് എത്ര പടിയുണ്ടെന്ന് ജഡ്ജി പറഞ്ഞാൽ ഞാനത് പറയാം. ജഡ്ജി സുക്കൂത്തായി, അക്ഷരം ഉണ്ടാകില്ല. അപാര ബുദ്ധിയുടെ ഉടമല്ലേ ശംസുലമ. അങ്ങനെ ഒറ്റടിക്കാൻ തള്ളിയിടാൻ പറ്റില്ല. അതേത് കോടതിയാണെങ്കിലും ശരി. കോടതിയിലാണ് കയറിയപ്പോ പഴയ കാലത്തൊക്കെ കൊട പുറത്താണ് വെക്കുക. കൊട പുറത്തേക്കാൻ പറഞ്ഞു. കൊട പുറത്തന്നെ ഉള്ളത്, പുറത്താണല്ലോ നോക്കിട്ടത്, കൊട പുറത്തന്നെ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കൊന്നും ഇതിന്റെ ഈ തിരിച്ചു പറയാനുള്ള മറുപടിയിൽ വരുന്ന കാര്യങ്ങൾക്ക് പഴുതടച്ച മറുപടിയാണല്ലോ അവർ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തുരുതുരാ വന്നപ്പോ തങ്ങൾ നേരെ കഅബന്റെ മുന്നിലേക്ക് നിന്നു. അല്ലാഹു തആല ബൈത്തുൽ മഖ്ദിസ് ഇങ്ങനെ വെളിവാക്കി കൊടുത്തു. ഓരോ ഭാഗമായിട്ട് അതിന്റെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അബൂജഹലിന് കൃത്യമായിട്ട് അറിയില്ല. അബൂജഹലും നേതാക്കളും ചോദിക്കുന്നു, പോയ ആൾക്കാരോട്, കുറെ തമ്പടിച്ച ആൾക്കാരോട്, ശരിയാ ശരിയാ, നീ തെക്ക് ഭാഗത്തുള്ള ശരിയാ, ഇതും ശരിയാ, തൂണതാ പറയും, തൂണ് ശരിയാ, കറക്റ്റാണ്, മെയിൻ വാതിന്റെ വിശാലത റെഡിയാ റെഡിയാ, ഇനിയിപ്പോ എന്താ? അപ്പൊ മാറിയ ആളുകളെ കൽബിൽ മാറണ്ടില്ലായിരുന്നു തോന്നുന്നു. കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് മാറിയല്ലോ, ഇങ്ങനൊന്നും സംഭവിക്കൂല എന്നുള്ള നിലയ്ക്ക് അവരെ മനസ്സിൽ ഒന്നുകൂടി പൊടി തട്ടി വീരാൻ തുടങ്ങി. ഇതിനപ്പോ ഈ മറുപടി, ഈ ഗൈബായ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ അവരെ മനസ്സ് ശരിക്കും ഉറപ്പിക്കണം. അപ്പൊ ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ പോയ വഴിയിലാണല്ലോ ഞങ്ങളുടെ കച്ചവട സംഘം പോയത്, അവരെ കണ്ടിരുന്നു എന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ ഞാൻ കണ്ടു, ഇന്നലെ പോകുമ്പോ കണ്ടു. ഞാൻ പോകുന്ന സമയത്ത് അവരെ ഒട്ടകം കാണാതെ അവർ തിരയുന്നുണ്ട്. തിരയുന്ന ആളുടെ പേരടക്കം പറഞ്ഞു. ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കണ്ടു. അവര് വരുമ്പോ ചോദിച്ചു. എന്നാ പിന്നെ എത്ര കറക്റ്റ് ആണെങ്കിൽ അവർ ഏത് സമയത്ത് അവിടെ എത്തുക അതും കൂടി പറഞ്ഞാൽ, അവർ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരികയാണല്ലോ കച്ചവട വസ്തുക്കളുമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇത് തിങ്കളാഴ്ച ചോദിക്കുന്നത്, തിങ്കളാഴ്ച രാവിലാണല്ലോ പോയത്, തിങ്കളാഴ്ച പകലാ ചോദ്യം, നാളെ ചൊവ്വാഴ്ച ഇത്ര ടൈമിൽ ഇവിടെ എത്തുന്നു. അതൊന്ന് നോക്കാലോ എന്നായി. ചൊവ്വാഴ്ച കറക്റ്റ് ടൈമിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്താ അബൂജഹലിന്റെ കൂട്ടരുടെ ലക്ഷ്യം? ഈ ഗൈബിയായ ഇൽമു കൊണ്ട്, ഈ മറഞ്ഞ വിവരം, ജനങ്ങൾ കാണാത്ത ഈ വിവരം പറഞ്ഞ് കുറച്ച് ആളുകളെ കൂടെ കൂട്ടിയത് കൊണ്ട് അവരും കൂടി പിന്തിരിപ്പിക്കണം. ഇപ്പൊ ആശങ്കയിൽ നിൽക്കുന്ന ആളുകൾ ഏറെക്കുറെ മാറിയ ആളുകളെ കൽബിൽ കുറച്ച് എങ്ങനെ ബൈത്തുൽ മഖ്ദിസിന്റെ വലുപ്പവും അതിന്റെ തൂണും അതിന്റെ വാതിലൊക്കെ എണ്ണി പറഞ്ഞപ്പോ അവരെ കൽബിൽ ഒന്നുകൂടി ഉറച്ചു. ഒട്ടകത്തെ കാണാതെ തെരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും അപ്പൊ ഏകദേശം റെഡി തന്നെയാണ് കേട്ടോ. പിന്നെ കാത്തു നിന്നത്, മുർത്തദ്ദായ ആളുകൾ പോലും കാത്തു നിന്നത് ഈ കച്ചവട സംഘത്തിന്റെ വരവാണ്. രാവിലെ നേരം വെളുക്കുമ്പോ തന്നെ കടക്കപ്പായെന്ന് എണീറ്റ് ഓടി വന്നിട്ടുണ്ട്. എന്നിട്ട് കുന്നിന് മുകളിൽ ഇങ്ങനെ കയറി നിൽക്കാം. സൂര്യൻ ഉദിച്ചു ഇല്ലട്ടോ, എന്നില്ല. ടൈം ഇങ്ങനെ നോക്കുകയാണ്, കറക്റ്റ് ആ ടൈമിൽ എത്തണ്ടേ? കാണുന്നില്ല. ഇത് സംഗതി ഇതിന്മേൽ ഏതായാലും പിടിക്കാൻ പറ്റും. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ദേശിച്ച ളുഹ ചൂടായി നിൽക്കുന്ന ആ ടൈം അങ്ങോട്ടായപ്പോ ഒരു ചെറിയ 1-2 വാഹനങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടു.
അപ്പൊ മുകളിൽ കയറി കാണുന്ന ആൾക്കാർ പറഞ്ഞു ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. അവരെല്ലാവരും വന്ന് ചേർന്നപ്പോൾ അബൂജഹലും കൂട്ടരും ആദ്യം ചോദിച്ചു, ഇന്നലെ രാത്രി നിങ്ങളിത് ഒട്ടകം കാണാതായിരുന്നു? അതെ, കാണാതായിരുന്നു. നിങ്ങൾ ഇന്നലെ രാത്രി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശബ്ദം കേട്ടിരുന്നു? ആ കേട്ടിരുന്നു. ഞങ്ങളെ വിളിച്ചപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ പലരും പറഞ്ഞിരുന്നു, ഇതാ ഈ കേട്ട ശബ്ദം നമ്മൾ മക്കന്ന് കേട്ട ശബ്ദമാണല്ലോ, മുഹമ്മദ് നബിയുടെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞിരുന്നു. ഈ കച്ചവട സംഘത്തിന്റെ വരവും ഈ അന്വേഷണം റെഡിയായപ്പോൾ ഇളകി നിന്നിരുന്ന ആൾക്കാർ പറഞ്ഞു, ആമന്നാ ബിഹി വസദ്ദഖ്നാ, ഞങ്ങൾ വിശ്വസിച്ചു, ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടുണ്ടായിത്തീരുന്ന വലിയ നേട്ടാണ്. അവരെ കൽവിൽ ഒന്നുകൂടി ഉറപ്പിക്കാനായിരുന്നു ഇതൊക്കെ. മാറിയ ആൾക്കാർ അടിക്കേണ്ട ഉറച്ചു, ഇനി മാറൂല എന്നുള്ളത്. കാരണം ചോദിച്ചതും അന്വേഷിച്ചതൊക്കെ എല്ലാ അർത്ഥത്തിലും റെഡിയായി. അപ്പൊ അതുകൊണ്ടൊക്കെ വിശ്വസിക്കാനുള്ള ഒരു കഴിവ്. കാണാത്ത കാര്യങ്ങളാണ് അധികം വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിനാണ് വലിയ മഹത്വം ഉള്ളത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, അയ്യുൽ ഖൽഖി അഅജബു ഇലൈക്കും ഈമാന, സ്വഹാബത്തിനോട് ചോദിക്കാം, സൃഷ്ടികളിൽ വിശ്വാസത്തിൽ ഏറ്റവും കൗതുകമുള്ള അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസമുള്ള ആൾക്കാർ ആരാണ്? സ്വഹാബത്ത് പറഞ്ഞാൽ മലായികത്തു, മലക്കുകളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാ ലഹും ലാ യുഅ്മിനൂന, മലക്കുകൾക്ക് എന്താ വിശ്വസിച്ചൂടെ? വഹും ഇൻദ റബ്ബിഹിം, അവര് റബ്ബിന്റെ അടുക്കലല്ലേ, അവർക്ക് എന്താ വിശ്വസിക്കാൻ അത്ര പണി? മലക്കൾക്ക് വിശ്വസിക്കാൻ എളുപ്പമാണല്ലോ, കാരണം അവർ നമ്മൾ കാണാത്ത പലതും കണ്ടവരാണ്. നമ്മൾ അർശ് കണ്ടിട്ടില്ല, കുർസി കണ്ടിട്ടില്ല, ലൗഹ് കണ്ടിട്ടില്ല, കലം കണ്ടിട്ടില്ല, അതൊക്കെ കണ്ടവരാ മലക്കുകൾ. വ്യത്യസ്ത കഴിവുകളിൽ നിന്നും കാണുന്നവരാണ്. അള്ളാഹുവിന്റെ കഴിവുകൾ കണ്ടിട്ട് അള്ളാഹുവിന് തസ്ബീഹ് ഒരു മിനിറ്റ് പോലും മുറിക്കാത്തവരാണ്. അവർക്കെന്താ വിശ്വസിച്ചാൽ വഹും ഇൻദ റബ്ബിഹിം. അപ്പോൾ പിന്നെ സ്വഹാബത്ത് പറഞ്ഞു, ഫൽ അംബിയാ, ഏറ്റവും കൗതുകമുള്ള ഈമാൻ, ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഈമാൻ അംബിയാഇന്റെ ഈമാനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമാലഹും ലാ യുഅ്മിനൂൻ, അംബിയായിനെന്താ വിശ്വസിക്കാൻ ഇത്ര പണി? വൽ വഹ്യു യുൻസിലു അലൈഹിം, അവർക്ക് വഹി ഇറങ്ങുന്നില്ലേ? അവർക്ക് ഓരോ ഘട്ടത്തിലും വഹി ഇറങ്ങുന്നുണ്ടല്ലോ, വിശ്വസിക്കാൻ എളുപ്പമല്ല. ഒരു മലക്കിനെ കാണുന്നുണ്ടല്ലോ, മലക്ക് പഠിച്ചോണ്ടിരുന്ന ഇവരാണ്, ഇതാ വഹിയേറ്റ്. അപ്പൊ പിന്നെ സ്വഹാബത്ത് പറഞ്ഞു, എന്നാ ഫനഹനു, ഞങ്ങൾ തന്നെ. പിന്നെ ആരെ പറയാനുള്ളത്? അംബിയാ കഴിഞ്ഞ അടുത്ത സ്റ്റേജ് ഞങ്ങൾ തന്നെ. തങ്ങൾ പറഞ്ഞു, വമാലക്കും ലാ തുഅ്മിനൂന, നിങ്ങൾക്ക് എന്താ വിശ്വസിക്കാൻ ഇത്ര പണി? വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ? വഅന ബൈന അൽഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിലല്ലേ, എന്നെ നിങ്ങൾ കാണുന്നുണ്ട്. അള്ളാഹു എന്നിൽ അർപ്പിച്ച അമാനുഷിക സിദ്ധികൾ നിങ്ങൾ നേർക്ക് നേരെ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അതൊന്നുമല്ല, നിങ്ങൾ ഈ ചിന്തിച്ചതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ച ടീം. അതെ, അവര് പിന്നീട് വരാനുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആളുകൾ വഹും യറൗന മാ യറൗന, അതെ എന്റെ സ്വഹാബത്തല്ല. പിന്നെയോ അജബുന്നാസി ഈമാനൻ, ജനങ്ങളിൽ ഏറ്റവും ഈമാനിൽ കൗതുകമുള്ളവർ, അത്ഭുതപ്പെടുത്തുന്നവർ, ഖൗമുൻ യജീഊന ബഅദി, എന്റെ ശേഷം വരുന്ന ഒരു വിഭാഗമാണ്. സ്വഹാബത്തല്ല, എന്റെ ശേഷം എന്ന് പറഞ്ഞാൽ തങ്ങളെ വഫാത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾ. തങ്ങൾ പറഞ്ഞു, യുഅ്മിനൂന ബി, അവരെന്നെ വിശ്വസിക്കും. വലം യറൗനി, അവരെന്നെ കണ്ടിട്ടില്ല, എന്നെ കാണാതെയാണ് അവരെന്നെ വിശ്വസിക്കുന്നത്. വയുസദ്ദിഖൂനി, അവരെന്നെ അംഗീകരിക്കും. വലം യറൗനി, അവരെന്നെ കണ്ടിട്ടില്ല. ഉലൈക ഇഖ്വാനി, അവരാണ് എന്റെ സഹോദരങ്ങൾ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. ഏറ്റവും നല്ല ഈമാൻ കാണാതെയാണല്ലോ. സ്വഹാബത്തൊക്കെ കണ്ടിട്ടല്ലേ വിശ്വസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല, കണ്ടവരെ കണ്ടിട്ടില്ല, അവരെ കണ്ടവരെയും കണ്ടിട്ടില്ല. തലമുറകൾ ഒരുപാട് ഇങ്ങോട്ട് കഴിഞ്ഞു. എന്നിട്ടും ആ ഉറച്ച വിശ്വാസത്തിൽ നിന്ന് മാറാതെ അടിയുറച്ച് നിൽക്കുന്നത്, അതാണ് ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന, സന്തോഷപ്പെടുത്തുന്ന ഈമാൻ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
എന്നിട്ട് അതിന്റെ അവസാനം തങ്ങൾ പറഞ്ഞ വാക്ക് ഉലായിക ഇഖ്വാനി, അവരെന്റെ സഹോദരങ്ങളാണ്, ഞാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം യാ ലൈതനി ഖദ് ലഖീതു ഇഖ്വാനി, ഞാൻ എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നെങ്കിൽ എന്ന് തങ്ങൾ ആശിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ അലസ്നാ ഇഖ്വാനക, തങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ? അല്ല, നിങ്ങള് അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്, അനുചരന്മാരാണ്. എന്റെ സഹോദരങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. എന്നെ കാണാതെ വിശ്വാസം ശരിപ്പെടുത്തി നടക്കുന്ന ആളുകൾ, അവരാണ് എന്റെ സഹോദരങ്ങൾ, അവരെയാണ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ അടയാളം ഖൽബ് കൊണ്ടുള്ള പ്രവർത്തനമാണ്, അതാണ് ഈമാൻ. രണ്ടാമതായി പറഞ്ഞത് വിശ്വസിക്കാണല്ലോ വേണ്ടത്. രണ്ടാമതായി പറഞ്ഞത് വയുഖീമൂന സ്വലാ, അവയവങ്ങളുടെ പ്രവർത്തനമാണ്. അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. ഒരുപാട് തഫ്സീറുകളുണ്ട് ആ ആയത്തിൽ, എല്ലാം ആ ആയത്തിൽ പറഞ്ഞതിന്റെ പരിധിയിൽപ്പെട്ടതാണ്. യുഖീമൂന സ്വലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവരാണ് എന്നല്ല. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനല്ല, യുഖീമൂന സ്വലാ എന്നാണ്. നിസ്കരിക്കുന്നവരാന്ന് പറയാൻ യുഖീമൂന സ്വലാ എന്ന് പറയണ്ട, നിസ്കരിക്കുന്നവർ എന്ന് പറയാൻ യുസല്ലൂന എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനല്ല അള്ളാഹു പറഞ്ഞത്, യുഖീമൂന സ്വലാ എന്നാണ്. നിസ്കാരം നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ജലാലൈനിയിലൊക്കെ കൊണ്ടുവന്ന തഫ്സീർ യതൂന ബിഹാ ബിഹുഖൂഖിഹാ, നിസ്കാരത്തിന്റെ സർവ അർഹതകളോടുകൂടെയും നിസ്കാരത്തെ കൊണ്ടുവരും. അതിന്റെ ഫർളും ഷർത്തും സുന്നത്തും ഒക്കെ പാലിച്ച് ലാഹിരിയും ബാത്തിനിയുമായ എല്ലാ ഹക്കുകളോടുകൂടെയും നിസ്കരിക്കണം. ലാഹിറായ ഹക്ക് എന്ന് പറഞ്ഞാൽ ഷർത്തും റുക്കുനും സുന്നത്തും ഒക്കെ പാലിക്കുന്നതോടുകൂടെ നിസ്കാരം ഫസാദാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി മക്രൂഹാത്ത് പോലും ഒഴിവാക്കിയിട്ടുള്ള നിസ്കാരം. ഫസാദാകുന്ന കാര്യങ്ങൾ ഒഴിവാകാന്ന് പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ യുഖീമൂന സ്വലാ എന്നുള്ളതൊക്കെ കുറഞ്ഞു വരികയാണ്. നിസ്കാരം ഫസാദാകാന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ജഹിലാണ്. നിസ്കാരത്തെ പറ്റിയുള്ള അജ്ഞത, അറിയില്ല ഒന്ന്. എന്നാ അറിയാൻ ശ്രമിക്കൂല, അങ്ങനെ നിസ്കരിക്കും. ഒരാളെ നിസ്കാരം വീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അയാളെ കുറ്റപ്പെടുത്താനല്ല, അയാളെ നന്നാക്കാൻ വേണ്ടിയിട്ട്. നിസ്കാരത്തിൽ ഇന്ന് 90% ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം തുമനീനത്തിന്റെ കുറവാണ്. അതുകൊണ്ടാണ് തുമനീനത്ത്, ഇബ്നു ഹജർ തങ്ങളൊക്കെ തുമനീനത്ത് ഒരു ഫർളായി വേറെ എണ്ണി, നിസ്കാരത്തിന്റെ ഫർള് 17. ഈ തുമനീനത്ത് അങ്ങനെയാണ് പരിഗണിക്കട്ടെ നിർത്തിയിട്ട് ഒരു ഫർളായിട്ട് തന്നെ വേറെ എണ്ണിയതാ. ബാക്കിയുള്ള കിതാബുകളിലൊക്കെ 14, 13 എണ്ണിയത്. തുമനീനത്ത് അടങ്ങി താമസിക്കാന്നുള്ളത് ഇല്ലാത്തൊരു വിഷയമാണ്. ഒരാൾ നിസ്കരിക്കണമെന്ന് വീക്ഷിച്ചു നോക്കും, വാച്ചിലേക്ക് നോക്കണം, നിസ്കാരം വീക്ഷിക്കണം. എന്താണ് നിസ്കരിക്കുന്നത്? ലുഹ്റാ നിസ്കരിക്കുന്നത്, 4 റക്അത്തുള്ള ലുഹ്ർ. ആ 4 റക്അത്തുള്ള ലുഹ്റിൽ സുന്നത്തൊന്നും വേണ്ട, ഫർളന്നെ, ഫർള് മാത്രം ചെയ്താൽ മതി. 4 റക്അത്തുള്ള ലുഹ്ർ പരമാവധി സുന്നത്തുകളൊക്കെ ചുരുക്കി കഴിവിന്റെ പരമാവധി ചെറിയ സൂറത്തൊക്കെ ഓതി ഒന്ന് ലുഹ്ർ നിസ്കരിക്കാൻ ഏറ്റവും ചുരുങ്ങിയ ഒരു ടൈം ഒരു 7 മിനിറ്റ് വേണം. കാട്ടിക്കൂട്ടാനല്ല, അതിന് 1 മിനിറ്റ്. എന്നാ ഈ കുത്തി മറിഞ്ഞ് റെഡി ആയിട്ട് വരുമ്പോഴേക്കിന് 2 മിനിറ്റ് കൂടി ആയാലും അപ്പൊ സലാം അടക്കം വിട്ടുന്നുണ്ട്. പിന്നെ നിസ്കരിക്കാൻ അറിയില്ല എന്നെങ്ങനെ തിരിയാന്നറിയോ? അവൻ്റെ വാപ്പയും അമ്മയും മരിക്കുമ്പോൾ തിരിയും. ഉസ്താദ് നിങ്ങൾ നിസ്കരിച്ചോളി. അപ്പൊ എന്താ നീ നിസ്കരിച്ച? എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോഴായി പറയാം, വാപ്പാക്ക് ഈ ലാസ്റ്റ് ഘട്ടത്തിലെങ്കിലും ഞാൻ വാപ്പാനെ സ്വീപ്പാക്കേണ്ടത്, ഇവരെ ഞാൻ സ്വീപ്പാക്കി, ഇന്ന് നിസ്കാരെങ്കിലും നല്ലൊക്കെ കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ പറയും, ഉസ്താദ് നിങ്ങൾ നിസ്കരിച്ചോളി, അല്ല നിങ്ങളെ വാപ്പാൻ്റെ നിങ്ങൾ നിസ്കരിക്കാണ് കൂടുതൽ നല്ലത്. കാരണം നിങ്ങളും വാപ്പിയും തമ്മിലുള്ള ബന്ധം ഏതായാലും എനിക്കില്ലല്ലോ. അല്ല, വാപ്പാക്കിൻ്റെ ഈ കാണുന്ന 3-4 സൊഫിന്റെ നിസ്കാരം ഒന്നും വാപ്പാക്ക് വെറുതെ ആയി പോകണ്ട, നിങ്ങൾ നിസ്കരിച്ചോളി. അല്ല ഈ നിസ്കരിച്ചാൽ പോലെ എനിക്കറിയില്ല ഉസ്താദെ. അറിയില്ല എന്ന അയാൾ കുട്ടി പറയുന്ന സത്യത്തിൽ അറിയില്ല എന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ട് എന്ന് കരുതിയിട്ടാണ്. ആ ബോധം ഇല്ലാതെ കയറി നിസ്കരിക്കുന്ന പോലെ ഹാലെന്താ?
ഒന്നാമത്തെ ഫർള് ഓക്കിയതൊക്കെ തക്ബീർ കെട്ടിയിട്ട് ഫാത്തിഹ. സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഫുള്ളായി ചൊല്ലാൻ അറിയാം, വളരെ അപൂർവ. പിന്നെ അതും കഴിഞ്ഞിട്ടൊരു സ്പെഷ്യൽ ദുആ, മയ്യത്തിനുള്ള ദുആ, അതും ഫുള്ളായിട്ട് ചൊല്ലാൻ അറിയാന്ന് പറഞ്ഞാൽ കുറവാണ്. ഫുള്ളായിട്ട് ചൊല്ലുന്നതും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് മാത്രം ആവർത്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് ചൊല്ലാൻ അറിയണ്ടേ? കറക്റ്റായിട്ട് അതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് നിർവഹിക്കാൻ അറിയണ്ടേ? അപ്പൊ നിസ്കരിക്കാന്നല്ല അള്ളാഹു പറഞ്ഞത്, യുഖീമൂന സ്വലാ, നിസ്കാരത്തിന്റെ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവരണം. യുഖീമൂന എന്ന് പറഞ്ഞാൽ വളയരുത് എന്നാണ്. യുഖീമൂന എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ എന്നാണല്ലോ. ഇഖാമത്ത് യുഖീമൂന എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ. നേർക്ക് നേരല്ലെങ്കിൽ പിന്നെ വളഞ്ഞിട്ടായിരിക്കും. വളഞ്ഞ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പോരായ്മയുണ്ടാവും. നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. ഞാൻ പലപ്പോഴും ജമാഅത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർക്ക് നിസ്കാരം കിട്ടും. എല്ലാ കൂറ്റനക്കലും തൊണ്ടനക്കലും ഒച്ച ശരിയാക്കലും ഒക്കെ നിസ്കാരത്തിലാണ്. പുറത്ത് പോലും യാതൊരു കുഴപ്പമുണ്ടാവില്ല. കയ്യാണ് കിട്ടും. കുറെ ആൾക്കാർ ചായ അടിച്ചാണ്ടല്ലോ റായത്തിന് കൂറ്റനക്കൽ ആ കൂറ്റനക്കൽ ഒക്കെ നിസ്കാരത്തിലാ. എന്നാ പുറത്ത് അവരുമായിട്ട് അരമണിക്കൂർ സംസാരിച്ച തൊണ്ടക്ക് ഒരു ഇടർച്ച പോലും ഉണ്ടാവില്ല. കൂറ്റനക്കൽ കൊണ്ട് ആ കൂറ്റനക്കുന്നത് ഒരു ശബ്ദമായിട്ട്, ഒരു ഹർഫായിട്ട് ഇങ്ങോട്ട് മാറ്റിയാൽ, എനിക്കിപ്പോൾ ഉപകരണം ഉണ്ടല്ലോ മാറ്റാൻ, ഹർഫായിട്ട് കൊണ്ട് മാറ്റിയാൽ അർത്ഥമില്ലാത്ത 2 ഹർഫ് 2 ഉണ്ടാകുക, 20 ഉണ്ടാവും. കൊര നിയന്ത്രിക്കാൻ കഴിയാത്ത കൊരയാണെങ്കിൽ അഫു ഉണ്ട് നോക്കാം. അതിനത് നിയന്ത്രിക്കാൻ കഴിയണതാണല്ലോ, പിന്നെ എങ്ങനെ അഫു ഉണ്ടാണ്? ഇമാമ് പോലും അടിപൊളി ഓത്തുവതാണ് ഇമാമ്. ഇമാമിന് തൊണ്ടക്കൊരു ഇടർച്ച വന്നു, അവനെ ഹറമിലെ ശൈലിന് കിട്ടുക, അല്ലെങ്കിൽ മദീനത്തെ ശൈലി. അപ്പൊ ചെറിയൊരു തൊണ്ടക്ക് തകരാറ്, മുണ്ടാൻ പറ്റൂല. മുണ്ടാതെ ഓതിയാലും നിസ്കാരം ശരിയാവും, നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷെ ഈ തൊണ്ട അനക്കിയിട്ട് ആ ഓത്ത് റെഡിയാക്കിയാലും നിസ്കാരം കൊണ്ട് ബാത്തിലാകും. തൊണ്ട അനക്കാൻ നിസ്കാരത്തിൽ ആകെ പറ്റുന്ന ഒരു സന്ദർഭത്തിലാണ്. തൊണ്ട അനക്കിയാലല്ലാതെ മഹ്റജ് കിട്ടൂല. ഉറക്കെ ഓതുമ്പോഴല്ല, പതുക്കെ ഓതുമ്പോ തൊണ്ട അനക്കി റെഡിയാക്കിയാലല്ലാതെ ആ അക്ഷരം മൊഴിയാൻ കഴിയൂല. എങ്കിൽ മാത്രമേ തൊണ്ട അനക്കാവൂ. അങ്ങനെ അടിപൊളിയിൽ ഓതുമ്പോ ഇങ്ങനെ തൊണ്ടക്ക് ചെറിയ ഇടർച്ച പഠിച്ചോനെ. ബാക്കിലുള്ള ആൾക്കാരൊക്കെ എന്റെ ഓത്ത് മോശം റെഡിയാക്കി ആകെ പോയി. അപ്പ കയ്യേച്ച് വേറെ നിസ്കരിച്ചണം, അല്ലെങ്കിൽ മുഫാറക്കത്ത് ചെയ്ത് വാങ്ങി നിസ്കരിച്ചു പോകണം. തുറന്നിട്ട് വെറുതെ തൊടുകയാണ്, ഒരു കാര്യമില്ല. അപ്പൊ മനസ്സിലാക്കുക ആള് ജാഹിലാണ്. തിരിയാൻ പറ്റില്ല. നമ്മള് ബാക്കിലെങ്ങാനും അബ്ദുസ്ഥാനെ പോലത്തെ ആൾക്കാർ താഴാനും അബ്ദുസ്ഥാൻ അള്ളാഹു ആഫിദ് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഒറ്റ കൊട്ട് വരും. പിന്നെ ഇമാമുണ്ടാവില്ല, മൗണ്ടാവില്ല. അവിടെ എൻ്റെ അഭിപ്രായം അങ്ങനെ ഒരു കൊട്ടണം, അപ്പോഴേ പഠിക്കുള്ളൂ. മസ്അലക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ? നിസ്കാരം എന്ന് പറഞ്ഞാൽ മസ്അലക്കനുസരിച്ച് ചെയ്യണം. ഇങ്ങോട്ടും തെറ്റാൻ പറ്റില്ല, ഒരു മാർഗം തെറ്റാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. മുബത്തിലാത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, കുറച്ചൊന്നല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്ത, അത് വളരെ കൂടുതലാണെന്ന്. അതിനാണ് അള്ളാഹുക്ക് സഹായിച്ച് നമ്മളെ കയ്യിലുള്ള ഉപകരണം മൊബൈൽ. അതൊന്ന് റിങ് ചെയ്താൽ അപ്പൊ പോയി മനസ്സ് എങ്ങോട്ടാ മനസ്സ് പോകണറിയാം. അതിന്റെ ഉള്ളിലുള്ള ആ ആളുകളുടെ അക്കൗണ്ടിലേക്ക് പഠിച്ചവൻ ആരായിരിക്കും. ഒരാഴ്ചക്ക് വിളിക്കാൻ തന്നിരുന്നു, ഒരു 10,000 റുപ്യന്റെ ചെറിയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അയാളാകുമോ? ഇന്നലെ വിളിച്ചിരുന്ന ഒരാള്, പക്ഷെ അയാൾ വിളിച്ചിട്ട് ഫോൺ പെട്ടെന്ന് നിർത്തി ഞങ്ങൾ ശോഭിക്കുന്ന ആൾ, അയാളാകുമോ? ആരെല്ലാം ആ ചെറിയ ഉപകരണത്തിന്റെ ഉള്ളിൽ എത്ര പേരുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അവരിലേക്കൊക്കെ ഒന്നും അറിയാം. എന്നാ അതൊന്ന് അപ്പുറത്ത് ഓഫാക്കി വെക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. ഇപ്പൊ ആരും പള്ളിക്കൽ എഴുതാതായി, കാരണം എഴുതിയിട്ട് വെറുതെ ആ ചുമരന്തിനെ നാശാക്കണ്. മുമ്പൊക്കെ പള്ളിയിൽ കയറുമ്പോൾ ഉണ്ടായിരുന്നു മൊബൈൽ ഓഫാക്കാന്ന്, പിന്നെ ആൾക്കാർ എഴുതാതായി. എഴുതി ആ സ്ഥലം വെറുതെ ഒന്ന് ഇതായി പോയില്ലേ, വേറൊന്നും എഴുതാൻ പറ്റാതെ എഴുതാന്നായി. അല്ലേ ചില പള്ളിയിലൊക്കെ അല്ലേ ഓഫാക്കാം. ഇവിടെ നിസ്കാരം ശരിയാകണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും ആ നിസ്കാരത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന ഉളു ശരിയാകണ്ടേ? അതിന്റെ കാര്യം പറഞ്ഞാലോ മഹാ അത്ഭുതം. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകൾ, നിസ്കാരത്തിൽ പരിഗണിക്കേണ്ട ഷർത്തുകൾ മൊത്തം ശരിയാകണം. നിസ്കരിക്കുന്നുണ്ട്,
നോക്കുമ്പോൾ നിസ്കാരമൊക്കെ റെഡിയായി നടക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ മുസല്ല കൊണ്ടുവരുന്ന ആൾക്ക് മുസല്ല കൊണ്ടുവന്നിട്ടുണ്ട്. ആ മുസല്ലയുടെ നേരെ മുൻഭാഗത്ത് സുജൂദിന്റെ ഭാഗത്ത് തന്നെ 1-ാം നമ്പർ ഒരു പാറ്റിന്റെ ചിറക ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. പാറ്റ ചെറുകിനൊന്നും അഫു ഇല്ല. അഫു ഉണ്ടാകണമെങ്കിൽ ജനതി മഖ്ദൂം തങ്ങൾ പറഞ്ഞ പോലെ ഇതാ അമ്മത്തിൽ ബൽവാബിഹി, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അത്രയും വ്യാപിക്കണം. ഒരു പാറ്റ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാ? അത് അശ്രദ്ധയാണ്. നജസിലാണ് നമസ്കരിക്കുന്നത്. പിന്നെ വേറൊരു മുസല്ല, ഇതൊക്കെ നമ്മൾ കണ്ടതാ. ഇപ്പൊ ഇതിനോട് കാണാൻ പറ്റിയൊരു അള്ളാഹു തന്നൊരു സഹായമാണ് ലോക്ക്ഡൌൺ കൊണ്ട്. എത്ര ചീത്തറുണ്ടെന്ന് പറയും. ഇതെല്ലാം പറഞ്ഞു അള്ളാഹു ഓർക്ക് പൊരുത്തപ്പെട്ടാലും ശരി, പൊരുത്തപ്പെട്ടാലും ശരി, ഒന്നുമില്ല. ഒരു സ്വീകരിച്ചാലും ശരി, സ്വീകരിച്ചാലും ശരി. ഇത് എവിടുന്ന് ഓർത്തുകൊണ്ടിരാണ് മുസല്ല. ഒറ്റ മുസല്ല ഇവിടുന്ന് പള്ളിയിലാ കൊണ്ട് തന്നെ. ആ മുസല്ലയിൽ മുഴുവൻ, ഞാൻ ആ പുരയിൽ ഒറ്റ മണ്ണാശ്ശേരി ഉണ്ടാവില്ല, മുഴുവൻ അതിലുണ്ട്. മാറാമിലെ മുഴുവൻ നജസല്ലേ, എങ്ങനെ ശരിയാകാനാ? വിട്ടുവീഴ്ചല്ലേ ഇതിന്? ഓന് സംഗതി ഓന്റെ ആരോഗ്യം നോക്കുന്നത്. ഈ നിസ്കാരം ശരിയാണോ അല്ലേ നോക്കണ്ടേ? ആ മുസല്ലയുടെ നേരെ മുന്നിൽ നല്ല ചുരുക്കുള്ള മുസല്ല, പക്ഷേ അതിന്റെ നേരെ മുന്നിൽ സുജൂദിന്റെ മുന്നിലായുള്ള സ്ഥലത്ത് കെട്ടിപ്പിണഞ്ഞ് കിടക്കുക. എന്നിട്ട് അതാണ് നിസ്കരിക്കാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ എന്തെല്ലാം ആളുകൾക്ക് ഇപ്പോൾ ഓട്ടമൊന്നൊരു പ്രശ്നമല്ല. ആളുകൾക്ക് ഓട്ടാന്ന് പറഞ്ഞാൽ ഇതേപോലെ വലിയ ഓട്ടൊക്കെ ഉണ്ടാണ്, എന്നാലേ പ്രശ്നമുള്ളൂ. തുണിയിൽ ഓട്ടുണ്ട്. ഉസ്താദെ ആരും നോക്കാന്നാ പോലെ, എന്താ പ്രശ്നം? ഒരാൾ ചോദിക്കുക, നോക്കിയെങ്കിലല്ലേ പ്രശ്നമുള്ളൂ, ഓട്ടൊക്കെ നോക്കാതിരുന്നാ കുഴപ്പമില്ലല്ലോ. നമ്മൾ പഠിച്ചവനായിട്ടുള്ളതല്ല, അവനെ കഴിച്ചിട്ട് നിസ്കരിച്ചാൽ പോരാ. ഓരും പഠിച്ചവനായിട്ടുള്ള ആരും നോക്കാത്തൊരു സ്ഥലത്ത് ആവശ്യമില്ലാതെ തന്നെ നഗ്നത വെളിവാക്കാൻ പാടില്ല എന്നല്ലേ ശരീഅത്തിന്റെ നിയമം? ഹറാമല്ലേ? ആവശ്യമില്ലാതെ നഗ്നത വെളിവാക്കാൻ പാടില്ലല്ലോ. എന്നിട്ട് ഈ ഓട്ടമുള്ള തുണിയേറ്റ് ഞാൻ അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴോ നല്ല ഇസ്തിരിട്ട തുണിയേറ്റാ വരുന്നത്. നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടതെന്ന് അള്ളാഹു പറഞ്ഞു. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. മനുഷ്യന്മാരെ, നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം, നല്ല ഫ്രഷായ വസ്ത്രം, നല്ല വൃത്തിയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണം. കല്യാണത്തിന് പോയാൽ അവനെ കണ്ടാൽ കൈ കൊടുക്കാതെ പോരാൻ പറ്റില്ല. കാരണം അത്രയും ഡീസൻ്റ് ഉള്ള വസ്ത്രം ഇട്ട് വന്നു. പള്ളിക്ക് പോരേ നിസ്കരിക്കുമ്പോഴോ പടച്ചോനെ ഇസ്തിരി പൊട്ടിയോട്, ഇപ്പോൾ ഇറങ്ങിയ ഇസ്തിരി പൊട്ടിയോടൊന്നും തന്നെ ചുളിവ് മാറൂല. അങ്ങനെ ചുളിഞ്ഞ് ചുക്ക്, എന്നാ പിന്നെ അതിനെ മണം അടുത്തു കൂടി പോകാനും പറ്റൂല. അതൊന്നല്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ യുഖീമൂന സ്വലാ എന്ന് പറഞ്ഞ നിസ്കാരം അതിന്റെ പവിത്രമായ ശൈലിയിൽ. ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോടൊക്കെ ഞാൻ പറയട്ടെ, നിസ്കാര കുപ്പായം ഒരിക്കലും മുസല്ലയിൽ ചുരുട്ടി വെക്കരുത്. ചുരുട്ടി വെക്കാൻ പാടില്ല. എന്താ കാരണം എന്നറിയോ? ആ മുസല്ല പിന്നെ നിസ്കരിക്കാൻ വേണ്ടി വേറെ ആള് തുറക്കുമ്പോൾ അയാൾ കുറെ സഹിക്കണം. അത് ശരീരത്തിലണിഞ്ഞ വിയർപ്പുകൾ തുള്ളികളൊക്കെ അതിൽ തട്ടിയിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല, ഇത് ഈ നിസ്കാര കുപ്പായം കണ്ടാൽ തന്നെ നിസ്കരിക്കാൻ തോന്നൂല. ഞാൻ ആദ്യം ചുരുണ്ട് മടങ്ങി ആകെ തലക്കിണറിലും കൂടി, തലയിണന്റെ ഉള്ളിലും കൂടി അങ്ങനെ ഉണ്ടാവില്ല. അത് വൃത്തിയായിട്ട് ഹാങ്ങറിൽ തൂക്കിയിടണം. ഒരു നിസ്കാര കുപ്പായം പോരാ, ഒന്നിലധികം നിസ്കാര കുപ്പായങ്ങൾ വേണം. ഇടക്കിടക്ക് അത് അലക്കി പൗഡർ മുക്കി ഇസ്തിരി ഇടണം. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. നാളെ ഒരു സ്ഥലത്ത് വണ്ടി ഇറങ്ങി, അങ്ങനെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള സ്ഥലമാണ്. നമ്മളെ കൂടെയുള്ള സഹോദരിമാർ നിസ്കരിച്ച് ഇറങ്ങിയപ്പോൾ വേറൊരു പെണ്ണ് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ആകെ അജബായി പോയി. നിസ്കരിക്കാൻ ഒറ്റ നിസ്കാരം, ഒരു പർദ്ദ ഇട്ടുണ്ട് നിസ്കാരം. ആ പർദ്ദ റുക്കു സുജൂദിലേക്ക് പോകുമ്പോൾ കാലൊക്കെ വെളിവാകുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ മതി, യാത്രയിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആരോടത് പറഞ്ഞു കൊടുക്കണ്ടത്? എന്നാ പിന്നെ ആ പർദ്ദന്റെ കഫോ സമിഅല്ലാഹു ലിമൻ ഹമിദ പറയുകയാണെങ്കിൽ ഇതുവരെ കക്ഷം വരെ ശരിക്ക് കാണാം, എത്ര വലുപ്പുണ്ടെന്നും എത്ര ചുരുക്കുണ്ടെന്നൊക്കെ. ആ രൂപത്തിൽ വ്യാസണ്ടതിന്. അങ്ങനത്തെ നിസ്കാരക്കുപ്പാകുമ്പോഴോ നമ്മളെ ഉമ്മമാരവിടെ ടൈറ്റ് ചെയ്യും, പിന്നെ കൊണ്ടോ മറ്റോ കുത്തിയിട്ട്. എത്ര ശ്രദ്ധിക്കാനുണ്ട്. നിസ്കാരക്കുപ്പായ ധരിച്ചിട്ടുണ്ട്, മുടിയൊരു ഭാഗത്തൂടെ അങ്ങനെ കാണുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഇത് കാര്യമുണ്ട്. നിസ്കാരക്കുപ്പായ കിട്ടുന്നു, കഴുത്തങ്ങനെ മട്ടത്തിൽ കാണുന്നുണ്ട്. മറക്കേണ്ട ഇതൊക്കെ മറച്ചെങ്കിലല്ലേ ഷർത്ത് പൂർത്തിയാകുള്ളൂ. അപ്പോ യുഖീമൂന സ്വലാൻ അല്ലാഹു തആല വെറുതെ പറഞ്ഞതല്ല, അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുന്നവർ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി വിശദമായി പറഞ്ഞു, യുഖീമൂന എന്നുള്ള പദത്തിന് മറ്റൊരു അർത്ഥമുണ്ട്, യുദീമൂന.
നിത്യമായി നിസ്കരിക്കുന്നവർ, ആഴ്ചയിലൊരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല, വർഷത്തിലൊരിക്കൽ, പെരുന്നാളിനല്ല, എപ്പോഴും 5 വക്തും വിടാതെ നിസ്കരിക്കുന്ന ആളുകൾ, പതിവാക്കി നിസ്കരിക്കുന്ന ആളുകൾ. ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹിയും അതേ തഫ്സീർ കൊണ്ടുവന്നിട്ടുണ്ട് മഹാനവറുകളുടെ തഫ്സീറിൽ. ഇഖാമത്തുസ്സലാ, നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മഹത്വമുള്ളൊരു സംഗതിയാണ്. നിസ്കാരത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് സുയൂത്തി ഇമാമതങ്ങൾ ഖുർത്തുബി ഇമാമതങ്ങൾ പറഞ്ഞു. അതിലൊന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിന്റെ അതേ ശൈലിയിൽ നിസ്കരിക്കണം. തങ്ങൾ പറഞ്ഞല്ലോ, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കാരം നിർവഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ അതുപോലെ നിസ്കരിക്കണം. നിസ്കാരത്തെ കൊണ്ട് വലിയ അവിടെ ഒരു ഹദീസ് കാണാം, നിസ്കരിക്കണം, നിസ്കാരമാണ് സബബുൽ റിസ്ഖി, റിസ്ഖിനുള്ള വലിയ ബർക്കത്തിനുള്ള കാരണം നിസ്കാരമാണ്. കുറേ നിസ്കാരത്തിന്റെ മഹത്വം വിശദീകരിച്ച് ഖുർത്തുബി ഇമാം തങ്ങൾ പറയാണ്, അസ്വലാത്തു സബബുൽ റിസ്ഖ്, ഒരു മനുഷ്യന് റിസ്ഖ് ലഭിക്കാനുള്ള കാരണമാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രമല്ല, ആരോഗ്യം ഒക്കെ അതിൽപ്പെട്ടു, കുടുംബത്തിലെ സന്തോഷം, മനസ്സിന്റെ സമാധാനം ഒക്കെ. എന്നിട്ട് ഒരു ഹദീത്ത് കൊണ്ടുവരുന്നുണ്ട്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിരാവിലെ എണീറ്റു, സുബൈന്റെ മുമ്പ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, രാവിലെ തന്നെ നിസ്കരിച്ചു, ഞാനും നിസ്കരിച്ചു. തങ്ങൾ ഇരുന്നപ്പോൾ ഞാനും അവിടെ ഇരുന്നു. അപ്പൊ എന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് തങ്ങൾ ചോദിച്ചു, അശകംത ദർദ, പള്ളവേദന ഉണ്ടോന്ന് ചോദിച്ചു. അതേ നബിയെ, പള്ളവേദന ഉണ്ടെന്ന്. ഖും ഫസല്ലി ഫഇന്ന ഫിസ്സലാത്തി ശിഫാ, എണീറ്റ് നിസ്കരിച്ചോളൂ, നിസ്കാരത്തിൽ ശിഫയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എണീറ്റ് നിസ്കരിച്ചു, നിസ്കാരത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു രോഗം മാറ്റി തന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണ്, എന്തൊരു പ്രതിസന്ധി വന്നാലും ഖാമ ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് നിൽക്കും, അള്ളാഹുവിനോട് ചോദിക്കും. അപ്പൊ നിസ്കരിക്കുക എന്ന് പറഞ്ഞത് ചെറിയ ഒരു സംഗതിയല്ല, വളരെ വലിയൊരു സംഗതിയാണ്. നിസ്കാരം നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കണം, പതിവായി നിർവഹിക്കണം. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും ബാത്തിനായ അദബുകൾ, അതാണ് ഖുശൂഅ്, മനസാന്നിധ്യം, ഈ അദബുകൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം. നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ചെറിയൊരു വിഷയമല്ല, വലിയൊരു വിഷയമായിട്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അടയാളം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവ് ചെയ്യുന്നവരാണ്. നാം അവർക്ക് നൽകിയതിൽ നിന്ന് വമിമ്മാ റസഖ്നാഹും, അല്ലാഹു തആല പറഞ്ഞു തന്നെ മൊത്തം കൊടുക്കാനല്ല, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചിലത്, മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ചിലത് അവർ കൊടുക്കണം, മൊത്തം കൊടുക്കണ്ട. ആ ചിലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്കാത്താണ്. ഈ ചെലവാക്കൽ കൊണ്ട് മൊത്തം ഉദ്ദേശിക്കുന്ന സക്കാത്താണ് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. കാരണം ഖുർആനിൽ നിസ്കാരം പറഞ്ഞിടത്തൊക്കെ തൊട്ടിപ്പുറത്തായി സക്കാത്ത് എന്ന് വ്യക്തമായിട്ടോ വ്യംഗ്യമായിട്ടോ സൂചിപ്പിക്കുന്ന പദങ്ങൾ കാണാം. അതിൽപ്പെട്ട ഒന്നാണിത്, മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവര് കൊടുക്കുന്നവരാണ്, ചെലവഴിക്കുന്നവരാണ്. ഈ ചെലവാക്കലിൽ എല്ലാം പെട്ടു. ഒരു സക്കാത്ത് മാത്രമല്ല, പിന്നെയോ ഖൈറായ മാർഗങ്ങളിലുള്ള എല്ലാ ചെലവഴിക്കുന്നതും. അതുകൊണ്ടാണ് യുൻഫിഖൂന എന്ന് പറഞ്ഞത്. എങ്ങനെങ്കിലും ചെലവഴിക്കുന്നതിനെ പറ്റി യുൻഫിഖൂന എന്ന് പറയില്ല, അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കുന്നത് കൊണ്ടാണ് യുൻഫിഖൂന എന്നതിനെ പറ്റി അള്ളാഹു പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഏറ്റവും നല്ല ചെലവാക്കല് കുടുംബത്തിന് വേണ്ടി, ഭാര്യ സന്താനങ്ങൾ, മാതാപിതാക്കൾ, അടുത്ത കുടുംബങ്ങൾ, അവർക്കുള്ള ചെലവാണ്. അതാണ് ചെലവാക്കുന്നതിൽ ഏറ്റവും അഫ്ളലായ ചെലവാക്കൽ. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിക്കുന്നൊരു ചെലവ്, ഒരടിമയെ മോചിപ്പിക്കാൻ വേണ്ടി നീ കൊടുക്കുന്നൊരു ദീനാറ്, ഒരു മിസ്കീന് കൊടുക്കുന്നൊരു ദീനാറ്, നിന്റെ ഭാര്യ സന്താനങ്ങൾക്ക് കൊടുക്കുന്ന ദീനാറ്, അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് നീ കൊടുക്കുന്ന ചെലവാണ് ഏറ്റവും നല്ല ചെലവ്. ചിലരങ്ങനെ ഉണ്ട്, മഹാപിശുക്കന്മാർ, പുറത്തെല്ലാ മേഖലയിലും അവർ ചെലവ് കൊടുക്കും, ഭാര്യ സന്താനങ്ങൾ പട്ടിണിയിലും. അത് വളരെ വലിയ സങ്കടമാണ്, അത് പാടില്ല.
നന്നായി ദീനിന് ചെലവഴിക്കുന്ന മഹാനാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഭാര്യ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞു, നബിയെ സംഗതി അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് കാര്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു, ചോദിക്കേണ്ട ആവശ്യത്തിനുള്ള എടുത്തോളി. ഓവറായിട്ട് എടുക്കണ്ട, നിങ്ങൾക്കും മക്കൾക്കും ഉള്ളത് കൊണ്ടുവന്നൊക്കെ നിങ്ങൾ എടുത്താൽ മതി, ചോദിച്ചോണമെന്നില്ല. കിട്ടുന്നില്ല ഇവനെന്താ ചെയ്യുന്നത്? കിട്ടുന്നില്ല ഉള്ളടുത്ത് എടുക്കേണ്ടി വരും. മൂപ്പര് എല്ലാ സ്ഥലത്തും പോയി നല്ല ഭക്ഷണം കഴിച്ചു വരും, ഇവിടെ ഒന്നൊരു അണങ്ങിയ മത്തി ഉണ്ടാവും, അതുപോരാ. എന്നിട്ട് പരാതി വന്ന് പറയും, ഭാര്യയ്ക്ക് തീരെ ആരോഗ്യമില്ല, വേറൊരു പെണ്ണിട്ടണം. എന്നാ പുറത്തു പോയി 1-ാം നമ്പർ ഫുഡ് കഴിക്കുന്ന ഇയാൾക്ക് അതേ ഒരു ഫുഡ് എപ്പോഴെങ്കിലും ഒന്ന് ഈ കുടുംബത്തിന് കൊടുക്കണ്ടേ? കൊടുക്കൂല. പിന്നുള്ള കുറ്റം മുഴുവൻ. ഇവിടെയാണെങ്കിൽ 100 കൂട്ടം പണിയുണ്ട്, എന്നാ കൊടുക്കൂല, മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കൂല. മഹാപിശുക്കന്മാരുണ്ട്, ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് മക്കളൊക്കെ നോക്കി നിൽക്കും. എങ്ങനെ അത് കഴിയാന്ന് മനസ്സിലാവില്ല. അങ്ങനെയുണ്ട് ആൾക്കാർ. കുട്ടികളൊക്കെ നോക്കുമ്പോൾ അയാളെങ്ങനെ തിന്ന് റെഡിയാക്കുക, കഴിഞ്ഞ് പാത്രം കീണിയിട്ട് പോവുകയാണ്. ഈ ചെറിയ മക്കളെ മനസ്സിലടക്കം എന്തൊരു വെറുപ്പുണ്ടാകും. ഇയാളൊന്നും മരിച്ചിട്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ തേടുന്നുണ്ടാവും. എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? കുടുംബത്തിന് കൊടുക്കുന്ന, ഭാര്യ സന്താനങ്ങൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ചെലവ് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ചെലവഴിക്കലില്ല. ഏറ്റവും നല്ല ചെലവ് അഅ്ലമുഹാ അജ്റൻ അല്ലദീ യൻഫഖതുഹു അലാ അഹ്ലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചോദിച്ചല്ലോ, അബൂ ഖിലാബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ ഏറ്റവും നല്ല ചെലവേതാണ്? ചെറിയ കുട്ടികൾക്ക്, വലിയവർക്ക്, സാമ്പത്തിക ശേഷിയില്ലാത്ത മക്കൾക്ക്, അവർക്കൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ചെലവ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. സക്കാത്ത് ചെറിയൊരു അംശമാണ്, കുറഞ്ഞ സ്വത്തിന്റെ ചെറിയൊരു അംശം. അത് കൊടുത്താൽ കിട്ടുന്ന ബർക്കത്തിന് കയ്യും കണക്കില്ല, അതും കൊടുക്കണം. അതേ രൂപത്തിൽ ഖൈറായ മാർഗങ്ങളിലേക്കുള്ള ചെലവൊക്കെ കൊടുക്കണം. എല്ലാം കൊടുക്കുന്ന ആളുകൾ ആ കൂട്ടത്തിൽ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയും കൊടുക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരൊക്കെ കുടുംബത്തെയും മക്കളെയൊക്കെ പോറ്റുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നതിൽ വളരെ മുൻപന്തിയിലായിരുന്നു. മുഹാജിറുകൾ അവര് സാമ്പത്തിക ശേഷി കുറഞ്ഞവരാണെങ്കിലും കൊടുക്കുന്നതിൽ അവർ മുൻപന്തിയിലായിരുന്നു. എല്ലാ മുഹാജിറുകളുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ്. മികച്ചു നിൽക്കുന്ന മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിന് തൃപ്തിയാകുന്ന അത്രയും കൊടുത്തിട്ട് തൃപ്തി ഏറ്റുവാങ്ങിയ മഹാനാണ്. തങ്ങളെ കൽബിൽ ശരിക്കും കൊണ്ട് തൃപ്തി വരട്ടെ, അങ്ങനെ ദീനാർ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു. എപ്പോഴാണോ തൃപ്തി വരുന്നത് അപ്പം നിർത്തും. അങ്ങനെ തങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും അധികം കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഇനി പരിക്ക് കേൾക്കുന്ന ഒരു പ്രവൃത്തിയും മഹാനവറുകളിൽ നിന്ന് സംഭവിക്കൂല, അത്രയും പരിശുദ്ധിയുള്ള സ്വതക്കയാണ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ തൃപ്തിയോടെ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നതിൽ അത് മുത്തഖീങ്ങളുടെ ഒരു സ്വഭാവമാണ്, അടയാളമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷെ അതിൽ പരിഗണിക്കേണ്ടത് ആദ്യമായി നമ്മളെ കുടുംബങ്ങളെയാണ്. അവരെ പട്ടിണിക്കിടാൻ പാടില്ല. ബാപ്പയും ഉമ്മയും മക്കൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടവരാണ്. അവർക്ക് ചെലവ് കൊടുക്കേണ്ട ഒരു പ്രായപരിധി വിശുദ്ധ ഇസ്ലാം വെച്ചത് തന്നെ ആശ്രയിക്കേണ്ട ഒരു തലം മാതാപിതാക്കൾക്ക് വരും എന്നതുകൊണ്ടാണ്. ആ ഒരു തരത്തിലേക്ക് മാതാപിതാക്കൾ വരുമ്പോൾ പിന്നെയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ തൊഴിലെടുത്തതിൽ നിന്ന് മാത്രം ഉപയോഗിക്കുക, മക്കൾക്കുണ്ടായിട്ടും കൊടുക്കാതിരിക്കുക എന്നത് മഹാപിശുക്കാണ്. കൊടുക്കണം. ഇനി അവരെ കയ്യിൽ ഉണ്ടെങ്കിലും കൊടുക്കണം. എന്തിന്? മനസ്സിലെ സന്തോഷത്തിനും തൃപ്തിക്കും വേണ്ടി. അങ്ങനെയും ഒരു കൊടുതിയുണ്ട്. ഇല്ലാത്തത് കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ സംരക്ഷണം നൽകിയ ഉമ്മമാർക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല കൊടുത്തത്, അവർക്കൊക്കെ ഉണ്ടായിട്ട് തന്നെ കൊടുത്തു. അതെന്തിനാ? മനസ്സിന് സന്തോഷത്തിനാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് തങ്ങൾ അവിടെ താമസിച്ചത് കൊണ്ട് തന്നെ വലിയ ബർക്കത്ത്, ജീവിതകാലം മുഴുക്കയും ജീവിക്കാനുള്ള ബർക്കത്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും എന്തെങ്കിലും ഹദിയ കിട്ടുമ്പോൾ അങ്ങോട്ട് കൊടുത്തയക്കുന്നത് ഉമ്മയുടെ ഒരു പൊരുത്തം, ഒരു തൃപ്തി എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കൊടുക്കുന്നതിന് ആ വിഷയത്തിൽ യാതൊരു കുറവും വരുത്താതെ വളരെ മുൻപന്തിയിൽ നിലനിൽക്കുന്നവരാകണം നമ്മൾ. മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങൾ പറഞ്ഞ 3 വിഷയങ്ങളാണ് ഈ ആയത്തിലൂടെ ചുരുങ്ങിയ നിലക്ക് നമ്മളിവിടെ പറഞ്ഞത്.
ഇനിയും പറയാനും പഠിക്കാനും കേൾക്കാനും അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഒരഫുമില്ല. കളിക്കാൻ പോകുമ്പോൾ ഔറത്ത് കാണിച്ച് കളിക്കുക, അതിന് അഫു ഉണ്ടോന്നാ ചോദ്യം. അതെ, അതിന് അഫുവൊന്നുമില്ല. ഇനി അവർക്ക് കളി ഒഴിച്ചുകൂടാൻ പറ്റൂലെങ്കിൽ, അങ്ങനെ ഒരു സ്വഭാവക്കാരോ അങ്ങനെ ഒരു സാഹചര്യമുള്ളവരാണെങ്കിൽ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഒറ്റ നിബന്ധന തെറ്റിക്കാത്ത രൂപത്തിൽ, ഒരു നിബന്ധന തെറ്റിയാൽ അത് ഹറാമാകും. ഫതുൽ മീന് പറഞ്ഞില്ലേ, ഷത്രഞ്ച് കളി ഹലാലൊന്നല്ല, ഷത്രഞ്ച് കളി ഹലാലൊന്നല്ല. അങ്ങനെ ആരോ പണ്ട് പറഞ്ഞു എല്ലാം പറ്റും, അത് ഷത്രഞ്ച് ബാക്കിയുള്ളൊന്നും പറ്റൂല. ഷത്രഞ്ചും പറ്റാത്ത തന്നെ. പക്ഷെ ഇനി ഷത്രഞ്ച് അത് ഹലാലായ കളിയൊന്നല്ല, ചെസ് കളി ഒന്നും ഹലാലായതൊന്നല്ല, അതും മോശപ്പെട്ട കളി തന്നെയാണ്. ഇനി അങ്ങനെ കളിക്കണം എന്നുണ്ടെങ്കിൽ നിബന്ധനകൾക്ക് വിധേയപ്പെട്ടായിരിക്കണം. അതിലൊരു നിബന്ധന അവിഹിതമായ അനാവശ്യമായ ഒരു ഷർത്തും ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെ പേരിൽ ഒരു വാക്കുതർക്കമോ പോരോ സംഘട്ടനമോ ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ഒരു സ്വഭാവം പാടില്ല. ഫർളായ ഒരു അമല് മുടങ്ങാൻ പാടില്ല. നിർബന്ധമായ ഒരു കാര്യം ലംഘിക്കാൻ പാടില്ല. ഇതിൽ ഒന്നാണ് നേരത്തെ പറഞ്ഞത്, ഔറത്ത് മറക്കാതെയുള്ള കളി ഒരു നിലക്കും അനുവദനീയമല്ല. അവിടെ മറ്റു പലതും മുടങ്ങുന്നതിനോടൊപ്പം കൂടെ കിട്ടുന്ന ഒരു ശിക്ഷയും കൂടിയാണ് ഔറത്ത് ഒഴിവാക്കാന്നുള്ളത്. നിർബന്ധമാണ്. പക്ഷെ അതിനൊക്കെ ആൾക്കാർക്ക് ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരണ്ടേ. അള്ളാഹു എല്ലാവർക്കും ബോധം കൊടുക്കട്ടെ.